അഖിലേഷ് യാദവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ സംഘർഷം. ഉത്തർപ്രദേശിലെ അസംഘട്ടിലാണ് സംഘർഷമുണ്ടായത്. ബാരിക്കേഡ് തകർത്ത പ്രവർത്തകർ കസേരകൾ വലിച്ചെറിഞ്ഞു. പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തിവീശി. നിതിൻ അംബുജൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. നിതിൻ, ഇതെന്താണ് സംഭവം? പ്രവർത്തകർ തന്നെ ഇങ്ങനെ വലിയ പ്രശ്നങ്ങളിലേക്ക്, സംഘർഷങ്ങളിലേക്കൊക്കെ പോകുന്നതിന്റെ കാരണം എന്താണ്? സ്മിത, അസംഗഡിലെ സരായ്മീറ എന്ന സ്ഥലത്താണ് ഈ സംഘർഷം ഉണ്ടായത്. അഖിലേഷ് യാദവിന്റെ പരിപാടി ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടി ഇന്ന് നിശ്ചയിച്ചിരുന്നു. ഈ പരിപാടിയിൽ നിയന്ത്രിക്കാൻ പറ്റാത്ത തിരക്ക് പ്രവർത്തകരെല്ലാം തന്നെ ഒഴുകിയെത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ പ്രവർത്തകർ ഈ പരിപാടിക്കിടെ അഖിലേഷ് യാദവ് വരുന്നത് കണ്ട ശേഷം പിന്നീട് പ്രവർത്തകർ ഈ ആവേശത്തോടെ തന്നെ മുന്നോട്ട് പോകുന്നതിലാണ് പല പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ ഏറ്റുമുട്ടൽ വലിയ കയ്യാങ്കളിലേക്ക് പോവുകയായിരുന്നു. ഒരു ഘട്ടത്തിൽ പോലീസിന് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത തരത്തിലായിരുന്നു പിന്നീട് ഈ സംഘർഷം മാറിയത്. ഇതിൽ പോലീസ് പ്രവർത്തകർ ഏറ്റുമുട്ടി. മാത്രമല്ല, പ്രവർത്തകർ പരസ്പരം കസേരകൾ വലിച്ചെറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ ദൃശ്യങ്ങൾ തന്നെ അത് വ്യക്തമാണ്. അതിനുശേഷം പിന്നീട് പോലീസ് ലാത്തി വീശുകയായിരുന്നു. ഇതിനിടയിൽ ഉച്ചഭാഷിണി സ്ഥാപിച്ച സ്റ്റാൻഡ് അടക്കം അവിടെ താഴെ വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഒരു ആശ്വാസകരമായ ഒരു കാര്യം, മറ്റ് ആളുകൾക്ക് അത്തരത്തിൽ പരിക്കുകളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല, വലിയ തിരക്ക് ഈ അഖിലേഷ് യാദവിന്റെ പരിപാടികളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം, അഖിലേഷ് യാദവും രാഹുൽ ഗാന്ധിയും പങ്കെടുക്കുന്ന ഒരു റാലിയിൽ സമാനമായി തന്നെ പ്രവർത്തകർ തിരക്ക് കാരണം പിന്നീട് രാഹുൽ ഗാന്ധിക്കും അഖിലേഷ് യാദവിനും ഹെലികോപ്റ്റർ പോലും ഇറക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നീട് ആ പരിപാടി പ്രസംഗിക്കാതെ രാഹുൽ ഗാന്ധി മടങ്ങുകയും ചെയ്തത്. സമാനമായ ഒരു തിരക്കാണ് ഇന്ന് അഖിലേഷ് യാദവിന്റെ പരിപാടിയിലും ഉണ്ടായത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തും നടപടി ഉണ്ടായിട്ടുണ്ട്. പ്രവർത്തകരെ ലാത്തി വീശി പിന്നീട് ഇവിടുന്ന് പിന്തിരിപ്പിക്കുകയായിരുന്നു ചെയ്തത്. എന്തായാലും ഇപ്പോൾ സമാധാനപരമായി തന്നെയാണ് സാഹചര്യം എന്നാണ് ഇപ്പോൾ സമാജ്വാദി പാർട്ടി ഈ ഘട്ടത്തിൽ അറിയിക്കുന്ന ഒരു കാര്യം. മാത്രമല്ല, പ്രവർത്തകർ വലിയ തിരക്ക് കാരണം പലപ്പോഴും പരിപാടികൾ പോലും വലിയ ബുദ്ധിമുട്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ റാലികളിൽ ഉണ്ടായിട്ടുണ്ട്. സ്മിത.